ഹലോ. അപ്പോൾ ഇതാ വളങ്കടി വരാറില്ലേ നമുക്ക് എല്ലാവർക്കും, അതുപോലെ കുഴിനകം വരാറുണ്ടല്ലേ. അതുപോലെ നല്ല എത്ര മാറാത്ത മുറിവ് കരിയാനും അടിപൊളിയായിട്ടുള്ളൊരു ഔഷധ ചെടിയാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളുടെയൊക്കെ മുറിവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാതെയൊക്കെ പഴുത്തൊക്കെ വരുന്ന മുറിവുകളുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ മാത്രമല്ല, നമ്മൾ കുട്ടികളൊക്കെ ഏത് നേരം തന്നെ മുറ്റത്തൊക്കെ ഒന്ന് ഓടി കളിച്ച് വീണ് മുട്ടൊക്കെ പൊട്ടുന്ന ആളുകളാണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉള്ള വീട്ടിലതാ ഇതുപോലെയുള്ളൊരു ചെടി നിങ്ങൾ നട്ടു വളർത്തിക്കോട്ടോ. അപ്പോൾ ഇത് മിക്കവരുടെയൊക്കെ വീടുകളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്, നമ്മൾ ഭംഗിക്ക് നട്ടു വളർത്തുന്ന ചെടിയാണെന്നാണ് പലരുടെയും വിചാരം. പക്ഷേ ഇത് ഭംഗിക്ക് മാത്രം നട്ടു വളർത്തുന്ന ഒരു ചെടിയല്ല കേട്ടോ. ഇത് നമ്മളുണ്ടല്ലോ ഒരു മുറികൂട്ടിയാണ്. മുറികൂട്ടി എന്നൊക്കെ അറിയപ്പെടും. ഒരുപാട് പച്ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ വൈദ്യന്മാർ ഉപയോഗിക്കുന്ന ഇതാണ്. എത്ര മാറാത്ത മുറിവ് കരിയാനും പ്രമേഹ രോഗികളുടെയൊക്കെ മുറിവ് കരിഞ്ഞുണങ്ങാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ചേട്ടന്മാരൊക്കെ രാവിലെയൊക്കെ ഷേവൊക്കെ ചെയ്യാൻ നേരത്തെ ഷേവിങ് സെറ്റൊക്കെ എടുത്തിട്ട് ജസ്റ്റൊക്കെ ഒന്ന് മുറിയുന്ന ടൈമിൽ നമുക്കതാ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിനകത്ത് റെഡ് കളറിലുള്ളൊരു ഇത് വരും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെയൊക്കെ കൈകൾ ഇതുപോലെ മുറിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒട്ടും തന്നെ വരത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനൊക്കെ അറിയാമല്ലോ. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ രാവിലെ നഖമിട്ടായിരുന്നു, അപ്പോൾ മുറിഞ്ഞപ്പം ജസ്റ്റ് ഇപ്പോൾ തൂത്ത് കൊടുക്കണമെന്നേ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൈകൾ മുറിഞ്ഞാലും മാത്രമല്ല കേട്ടോ, നമ്മളെ കുഴിനഖം വരുന്ന ടൈമിൽ നമ്മളിതുപോലെ കുഴിനഖത്തിൻ്റെ മുകളിൽ നല്ല കുഴിനഖമാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു നുള്ള മൈലാഞ്ചിയുടെ ഇല കൂടി നന്നായിട്ട് അരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതും മൈലാഞ്ചിയുടെ ഇലയും കൂടെ കൂടിയിട്ട് കുഴിനഖത്തിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചാൽ മതി. കുഴിനഖം 2 ദിവസം കൊണ്ട് മാറി കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വളങ്കടിയുള്ള ടൈമിലുണ്ടല്ലോ, വളങ്കടിയൊക്കെ ഉള്ള ടൈമിൽ നമ്മൾ ഇതുപോലെ ഇത് ഇങ്ങനെ ഞെക്കി കൈ കൊണ്ട് തന്നെ ഞൊലച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചാറ് വരും കേട്ടോ, റെഡ് കളറിലുള്ള. അപ്പോൾ ആ കുഴിനഖത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് നമ്മൾ ആ വിരലിൻ്റെ ഒക്കെ ഇടഭാഗത്ത് ഇതിൻ്റെ ചാറ് തൂത്ത് കൊടുത്താലും കുഴിനഖം പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നല്ല താരനൊക്കെ ഉള്ള ടൈമിൽ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയൊരു മിക്സിയുടെ ജാറിൽ ഇതിൻ്റെ ലീഫ് പറിച്ചിട്ട് അരയ്ക്കുക. അപ്പോൾ നല്ല റെഡ് കളറിലുള്ള ഒരു വെള്ളം കിട്ടും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു നുള്ള നാരങ്ങ നീര് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ കൂടെ തൂത്ത് കൊടുത്തോട്ടോ. താരം പെട്ടെന്ന് മാറി കിട്ടാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ല, ഒരു സിൽവർ ഷെയ്ഡുണ്ട്. പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു പിങ്ക് കളറിൽ കാണാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വേറെ ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല, കേട്ടോട്ട് പോകണം കേട്ടോ. ഈ നമ്മൾ കുട്ടികളൊക്കെയും ഇതുപോലൊക്കെ ചിലപ്പോൾ ഓടി കളിക്കുന്ന ടൈമിൽ എവിടെയെങ്കിലൊക്കെ വല്ല പുഴുവൊക്കെ പിടിച്ച് കടിച്ചിട്ട് അലർജി പോലെ ഇങ്ങനെ പൊട്ടുന്ന ഒരു ഭയങ്കര ചൊറിച്ചിലൊക്കെ വന്നിട്ട് അലർജി വരാറുണ്ടല്ലോ അല്ലേ. പിന്നെ അങ്ങനെയുള്ള ടൈമിൽ നമ്മളിത് പറിച്ചിട്ട് ഇതിൻ്റെ ചാറ് തൂത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാകത്തുള്ള ചൊറിച്ചിൽ കടിയൊക്കെ മാറി കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ പഴുതാര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴുതാര ചുള്ളനുറുമ്പൊക്കെ വന്ന് കടിച്ചിട്ട് നമ്മളൊരു വിഷത്തിൻ്റെ ഒരു ഇത് വരുമല്ലോ, ഒരു കുളവിയൊക്കെയുള്ള. അപ്പോൾ അന്നേരം നിങ്ങൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അരച്ചിട്ട് ഒരു നുള്ള മഞ്ഞളിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് നിങ്ങൾ ആ ഒരു കടിച്ച ഭാഗത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള വിഷം ഇറങ്ങാനും മുറിവ് കരിയാനും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിതുപോലെ ഓടി വീണൊക്കെ പൊട്ടിയിട്ട് ആഴത്തിലുള്ള മുറിവാണെങ്കിൽ ചാറ് തൂക്കണതിന് പകരമായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഇല ഒരു 3-4 എണ്ണം പറിച്ചിട്ട് അരച്ചിട്ട് ആ മുറിവിൻ്റെ മുകളിൽ നിങ്ങളത് വച്ച് കൊടുത്തിട്ട് കെട്ടി വെക്കുവാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് മുറിവ് പെട്ടെന്ന് കരിയും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തീപ്പൊള്ളലൊക്കെ വരുന്ന ടൈമുണ്ടല്ലോ, തീപ്പൊള്ളിൽ വരുമ്പോഴും അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഒരു ചാറ് തൂത്ത് കൊടുത്താലും തീപ്പൊള്ളിയ ഭാഗത്തുള്ള ആ ഒരു വേദനയും അതുപോലെ തന്നെ പഴുക്കാനുള്ള എൻ്റെ ആ ഒരു ടെൻഡൻസി മാറുകയും ചെയ്യും കേട്ടോ. അതുപോലെ നമ്മുടെയൊക്കെ ശരീരത്തിൽ നീര് വരാറുണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ചതവോ ഉളുക്കൊക്കെ വന്നു കഴിയുമ്പോഴുള്ള നീര്, അങ്ങനെയുള്ള വേദനയൊക്കെ വന്നു കഴിയുന്ന ആ ഒരു ടൈമിൽ നിങ്ങളിത് ഇതുപോലെ ഒരു 5-6 എണ്ണം പറിച്ചെടുത്തിട്ട് ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് ആ ഒരു നീരിൻ്റെ മുകളിൽ നിങ്ങളത് വച്ച് അരച്ചിട്ട് വേണം പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് വയ്ക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നീര് വലിയാനും വേദന മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയ മുറിവ് വരുമ്പം നിങ്ങൾ ഇതുപോലെ ചാറ് ഒഴിക്കുമ്പം ചെറിയൊരു നീറ്റലുണ്ട് കേട്ടോ, അത് കാര്യമാക്കണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇൻഫെക്ഷൻ വരത്തില്ല, പഴുക്കത്തില്ല, ആ ഭാഗത്ത് അണുബാധയൊന്നും വരത്തില്ല. നമ്മൾ ഡെറ്റോള് നമ്മൾ ഒഴിച്ച് കഴുകുന്ന പോലെ തന്നെയാണ്, നമുക്ക് വിശ്വസിച്ചിട്ട് തന്നെ നമുക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മൾ ഇതുപോലെ മുറിവ് വരുമ്പം ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചെടിയുടെ ഒരു സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് വെള്ള പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ലീഫ് കാണാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് പലരും ഇത് സിറ്റ് ഔട്ടുകളിലൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നമ്മളിങ്ങനെ പോട്ടിൽ തൂക്കിയിടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നിലത്ത് നിങ്ങളിങ്ങനെ നട്ടു വളർത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് കാട് പിടിക്കും കേട്ടോ. നിറയെ പന്തലിച്ച് കാട് പിടിക്കും, പാമ്പ് കയറിക്കിടന്ന് ഞാൻ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോട്ടായിട്ട് ഇങ്ങനെ തൂക്കിയിടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനും ഇതിനകത്ത് വരുന്ന പൂക്കൾ കാണാനും കേട്ടോ.
അപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പം വളങ്കടി എല്ലാവർക്കും വരും. അപ്പം ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മളെ വളങ്കടി 2 ദിവസം കൊണ്ട് മാറ്റി കിട്ടാനായിട്ട് നമ്മൾ ഇല പറിച്ചിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നിങ്ങളത് അരച്ച് ചാറ് പുരട്ടിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് വളങ്കടി താനെ മാറിക്കോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുഴിനകത്തിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈലാഞ്ചി ചേർത്തിട്ട് അരച്ചങ്ങ് പുരട്ടിക്കോ. 2 ദിവസം കൊണ്ട് കുഴിനകവും ഒക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഒന്ന് നട്ട് വളർത്തുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആരിലൊക്കെ കാണുവാണെങ്കിൽ ഒരു ചെറിയൊരു തണ്ട് നിങ്ങൾ നട്ട് പിടിപ്പിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണുന്നൊരു ഒരു വടമല്ലി കളർ പോലെ കാണുന്ന ചെടി ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണുന്നത് മരുന്നല്ല കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ചെടിയുടെ കൂട്ടത്തിൽ അത് വളർന്നു വരുന്നുള്ളൂ, ഒരു നീള ലീഫ് അതല്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച ചെടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് റെഡ് ഐവി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ മുറികൂട്ടി, മുറിവെട്ടി എന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് എന്നാട്ടാ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും കിട്ടിയാൽ നട്ട് വളർത്തുക. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. ബൈ.